നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്ന, നമ്മൾ നിത്യവും അഭയം തേടി ചെല്ലുന്ന, നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന, നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്ന, നമ്മൾ ഇസ്സത്തായി പ്രതാപമായി കാണുന്ന നമ്മുടെ റബ്ബ്, അവനെ കുറിച്ച് പഠിക്കുക എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് മനസ്സിലാക്കാതെ അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത് തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത്, അല്ലാഹുവിന്റെ നാമങ്ങൾ മനസ്സിലാക്കുക എന്നത്, അവന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുക എന്നത്. അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമായ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുക എന്നത്. നമ്മെ അല്ലാഹു പഠിച്ചത് തന്നെ അതിനാണ്. അതിൽ നിന്ന് തൗഹീദിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അനേകമായത്തുകളിൽ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും സകാത്തിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും പഠിക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിലാണ്, ചില സന്ദർഭങ്ങളിൽ അത് നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തായിരിക്കും, അതല്ലെങ്കിൽ കുടുംബബന്ധത്തെ കുറിച്ച് പറയുന്ന ആയത്തായിരിക്കും, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്തായിരിക്കും. പക്ഷെ എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുമ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, ഇന്നല്ലാഹ അസീസുൻ ഹകീം. എത്ര ആയത്തുകളിലാണ്? വിശുദ്ധ ഖുർആനിലെ മിക്ക ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, ചില ഇടങ്ങളിൽ അല്ലാഹു പറയുന്നത് കാണാം, വഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു അസീസാണ് എന്ന് നിങ്ങൾ പഠിക്കണം, അല്ലാഹു ഹകീമാണ് എന്ന് നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂഹ്. നിങ്ങൾ പഠിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അറിയുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. ഫഹ്ദറൂഹ്, അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അല്ലാഹു ഗഫൂറാണ്, ഹലീമാണ്, നിങ്ങളത് പഠിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ സാധാരണ അങ്ങനെ ഓതിപ്പോകാറുള്ള ആയത്തുകളാണ് ഇതൊക്കെ. ഖുർആനിന്റെ തർജ്ജമകളിൽ നമ്മൾ കാണും, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്നും അല്ലാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്നും നിങ്ങൾ അറിയണം. എന്താണ് സഹോദര അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? അല്ലാഹു നിന്നോട് കൽപ്പിക്കുകയാണ്, ഇതാ ഈ നാമം നീ പഠിക്കണം, എന്റെ ഒരു നാമമാണിത്, ഇത് നീ പഠിക്കണം, ഇത് നീ മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ച് നീ അറിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ഇസ്ലാമിൽ അതിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും വിശദീകരിക്കുന്ന നിയമമായ ഉസൂലുൽ ഫിഖ്ഹിൽ പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പനയുടെ സ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വാജിബാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം പഠിക്കൽ വാജിബാണ്, അല്ല വാജിബുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ വാജിബാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വഅലമു അന്നല്ലാഹ്, അല്ലാഹു ഇങ്ങനെയുള്ളവനാണ് എന്ന് നിങ്ങൾ പഠിക്കണം എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ 30-ൽ ചില്ലാനം ആയത്തുകളുണ്ട്. ഖുർആനിൽ 30-ൽ ചില്ലാനം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറഞ്ഞത് വഅലമു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗഫൂറാൻ, അവൻ റഹീമാൻ, അവൻ ലത്തീഫാൻ, അവൻ വദൂദാൻ. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഏറ്റവും ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നതാണ്. പക്ഷേ പല ആളുകളും മറ്റെന്തൊക്കെയോ വിഷയങ്ങളുടെ പിന്നിൽ അവർ സമയം ചിലവഴിക്കും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ അറിവ് വളരെ ചുരുക്കമാണ്. എത്രയോ ആളുകൾ
അള്ളാഹ് എന്ന നാമത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പോലും പലർക്കും അറിയില്ല. അവൻ നിത്യവും വിളിച്ചു പ്രാർത്ഥിക്കുന്ന നാമങ്ങളിൽ ഒന്നാണ് അള്ളാഹ്. അല്ലാഹുമ്മ, യാ അള്ളാഹ്. എന്താണ് അതിന്റെ ഉദ്ദേശം? പലർക്കും അറിയില്ല. അർ-റഹ്മാൻ, പല ആളുകൾക്കും ഏറെ അറിയാവുന്നത് പരമകാരുണ്യകൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അതിന്റെ ഉദ്ദേശം? റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം? ധാരാളം നമ്മൾ ഫാത്തിഹയിൽ ജനിച്ചതു മുതൽ ബുദ്ധി വെച്ച നാൾ മുതൽ നമ്മൾ ഓതുന്നുണ്ട് അർ-റഹ്മാൻ റഹീം. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരമകാരുണ്യകനാണ്, നമ്മുടെ പരിഭാഷകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്നീ രണ്ട് വാക്കിൽ എന്താണ് വ്യത്യാസം? പലരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുക എന്നതിൽ വളരെ പിന്നിലാണ്. എന്നാൽ അല്ലാഹു ആകട്ടെ ഏറ്റവും ശക്തമായ രൂപത്തിൽ നമ്മോട് കൽപ്പിച്ച, നമ്മോട് പഠിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ വിജ്ഞാനമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. ഇസ്മാ വസിഫാത്ത് എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളും അവരുടെ വിശേഷണങ്ങളും മനസ്സിലാക്കുക എന്നത് നിർബന്ധമാക്കപ്പെട്ട വിജ്ഞാനങ്ങളിൽ തന്നെ ഏറ്റവും നിർബന്ധമാണ്. പക്ഷെ പല ആളുകളും സുബ്ഹാനല്ലാഹ് തർക്ക വിഷയങ്ങൾ, അതല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ തന്നെയാണെങ്കിൽ പോലും പലർക്കും നിസ്കാരത്തെക്കുറിച്ചും വുളൂവിനെ കുറിച്ചും അറിയാൻ വളരെ താല്പര്യമാണ്. എങ്ങനെ വുളൂ എടുക്കണം, എത്ര വരെ വെള്ളം കൊണ്ടുപോകണം, എത്രയാണ് തല തടവേണ്ടത്, എത്ര അത് കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം, ഇതൊക്കെ അറിയുന്നതിലും അതിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ മനസ്സിലാക്കുന്നതിലും വളരെ ശ്രദ്ധ കാണിക്കുന്ന പലരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിച്ചാൽ, അവന്റെ നാമങ്ങളെ കുറിച്ച് ചോദിച്ചാൽ കൈമലർത്തുന്നത് കാണാം. നീ എന്തിനാണ് വുദൂ ഇത്ര കൃത്യമാക്കി ചെയ്യുന്നത്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ്. പക്ഷെ ആ അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് അറിയില്ലെങ്കിൽ സഹോദര, പിന്നെ എന്തിനാണ് നീ ഇത്ര അധികം കണിശത ഈ വിഷയത്തിൽ കാണിച്ചത്? ആ വിഷയങ്ങളിൽ കണിശത വേണ്ടതില്ല എന്നല്ല, മറിച്ച് അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്നത്. അത് നമുക്ക് നൽകുന്ന ഉപകാരങ്ങൾ വളരെയധികമുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹു നമ്മെ പടച്ചതിനു പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ നാം അറിയുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കാനും അവന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കാനും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വാജിബാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിച്ചാൽ, അവന്റെ നാമങ്ങളെ കുറിച്ച് ചോദിച്ചാൽ കൈമലർത്തുന്നത് കാണാം. നീ എന്തിനാണ് വുദൂ ഇത്ര കൃത്യമാക്കി ചെയ്യുന്നത്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ്. പക്ഷെ ആ അള്ളാഹുവിനെ കുറിച്ച് നിനക്ക് അറിയില്ലെങ്കിൽ സഹോദര, പിന്നെ എന്തിനാണ് നീ ഇത്ര അധികം കണിശത ഈ വിഷയത്തിൽ കാണിച്ചത്? ആ വിഷയങ്ങളിൽ കണിശത വേണ്ടതില്ല എന്നല്ല, മറിച്ച് അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്നത്. അത് നമുക്ക് നൽകുന്ന ഉപകാരങ്ങൾ വളരെയധികമുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹു നമ്മെ പടച്ചതിനു പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ നാം അറിയുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കാനും അവന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കാനും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വാജിബാണ് എന്നാണ്. താടി വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഉർഫുൽ ലിഹാ, നിങ്ങൾ താടി വെറുതെ വിടണം എന്ന് വിശുദ്ധ റസൂലുള്ള പറഞ്ഞിരിക്കുന്നു. റസൂലുള്ള കൽപ്പിച്ചാൽ ആ കൽപ്പനയുടെ അർത്ഥം അത് വാജിബാണ് എന്നാണ്. ഇത് ഇസ്ലാമിലെ നിയമമാണ്. അപ്പോൾ അതിനേക്കാൾ ശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കണമെന്നത്, അവനെ കുറിച്ച് അറിയണമെന്നത്. ആ വിഷയം ഏറ്റവും പ്രാധാന്യമുള്ള, ദീനിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എവിടേക്ക് തിരിഞ്ഞിരിക്കണം, അപ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, കയറുമ്പോൾ പറയേണ്ടത് എന്താണ്, ഇറങ്ങുമ്പോൾ പറയേണ്ടത് എന്താണ്, ഇതെല്ലാം വിശദീകരിച്ചത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം ഇത്രയധികം വിശദീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് എത്രമാത്രം വിശദീകരിച്ചിട്ടുണ്ടായിരിക്കണം? സഹാബികൾക്ക് അള്ളാഹുവിനെ കുറിച്ചാണ് അവിടുന്ന് കൂടുതൽ പറഞ്ഞു കൊടുത്തത്.
13 വർഷക്കാലം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി. നിസ്കാരം അന്ന് 5 നേരത്തെ നിസ്കാരം നിർബന്ധമായിട്ടില്ല. സകാത്ത് അതിന്റെ രൂപങ്ങൾ പൂർണ്ണമായിട്ടില്ല. ഹജ്ജ് ഇല്ല. നോമ്പ് റമദാനിൽ മുഴുവനായി നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം മദീനയിലേക്ക് വന്നതിന് ശേഷമാണ്. ഈ 13 വർഷക്കാലം റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിനെ കുറിച്ചാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, പരലോകത്തെക്കുറിച്ച്, ഈമാൻ കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഖേദകരമെന്ന് പറയട്ടെ, പിശാച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും അതിനേക്കാൾ താഴെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പലരുടെയും ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും.